വൈകുണ്ഠപുരവാസം. വെങ്കിടാചലനിലയം വൈകുണ്ഠപുരവാസം. പങ്കജനേത്രം പരമപവിത്രം. പങ്കജനേത്രം പരമപവിത്രം. പങ്കജനേത്രം പരമപവിത്രം. ശംഖചക്രധര ചിന്മയരൂപം. വെങ്കിടാചലനിലയം വൈകുണ്ഠപുരവാസം. പങ്കജനേത്രം പരമപവിത്രം. ശംഖചക്രധര ചിന്മയരൂപം. വെങ്കിടാചലനിലയം വൈകുണ്ഠപുരവാസം. പുരവാസം. ഗുരുവായൂരപ്പ ഗുരു ഭഗവതി നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. ഞാനൊരു സംഗീത അധ്യാപികയാണ്. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാ മഹേശ്വരത്തിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഹരിനാമ കീർത്തനത്തിലെ പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണമൊത്ത പരം എന്ന ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത്. പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണമൊത്ത പരം ഇച്ഛിപ്പവർക്ക് ഷഠാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്ക് സത്വരജ സ്തമോപേതമോട് ഹരിനാരായണായ നമ. പച്ചക്കിളിയുടെയും പവിഴത്തിൻ്റെയും പാലിൻ്റെയും നിറങ്ങൾക്ക് തുല്യമായ നിറം യഥാക്രമം തമോ ഗുണത്തിൻ്റെയും രജോ ഗുണത്തിൻ്റെയും സത്വഗുണത്തിൻ്റെയും നിറങ്ങളായ പച്ച, ചുവപ്പ്, വെള്ള എന്നിങ്ങനെ കാണാൻ ഇച്ഛിപ്പവർക്ക് ഷഠാധാരം കടന്ന് തതുപരി ബ്രഹ്മരന്ധ്രത്തിലൂടെ സഹസ്രാര പത്മത്തിലെത്തുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് വേണ്ടി ഈ 3 ഗുണങ്ങൾ അംഗീകരിച്ച് തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം ഇവ ഗുണഭേദങ്ങൾ അംഗീകരിച്ച് മഹാവിഷ്ണു, ശിവൻ, ബ്രഹ്മാവ് ഈ 3 പേരും ഒരേ ഹരി തന്നെയാണെന്ന് തെളിയുന്നു. ഗുരുവായൂരപ്പ നാരായണനായിക്കൊണ്ട് നമസ്കാരം. ഇതാണ് ഈ വരികളുടെ അർത്ഥം. ഇവിടെ ആചാര്യൻ പറയുന്നത് നമ്മുടെ ഉള്ളിലെ മനുഷ്യ ശരീരത്തിന് ഉള്ളിലെ കാര്യങ്ങളെക്കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. അതായത് നമുക്ക് മനുഷ്യർക്ക് 6 ചക്രങ്ങളുണ്ട്. അപ്പോൾ അത് ഒന്നാമത്തെ ചക്രം മൂലാധാര ചക്രം, രണ്ടാമത്തേത് സ്വാധിഷ്ഠാനം, മൂന്നാമത്തേത് മണിപൂരകം, നാലാമത്തേത് അനാഹതം, അഞ്ചാമത്തേത് വിശുദ്ധി ചക്രം, ആറാമത്തേത് ആജ്ഞാചക്രം. ഇങ്ങനെ 6 ചക്രങ്ങൾ ഓരോ മനുഷ്യ ശരീരത്തിലുമുണ്ട്. അതൊക്കെ യോഗികൾക്ക് ധ്യാനാവസ്ഥയിലൂടെ അവർ സാധകങ്ങൾ ചെയ്താണ് അത് കണ്ട് മനസ്സിലാക്കി അതിൻ്റെ നിറങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ ആധാര ചക്രങ്ങളിലെ ഏറ്റവും അടിയിലിരിക്കുന്ന മൂലാധാര ചക്രം, അതായത് നട്ടലിൻ്റെ ഏറ്റവും അടിഭാഗത്താണ് അത് വരുന്നത്. ഈ മൂലാധാര ചക്രത്തിൽ കുണ്ടലിനി ശക്തി എന്നൊരു ഇതുണ്ട്. ആ കുണ്ടലിനി ശക്തി ഈ ചക്രങ്ങളെയെല്ലാം യഥാക്രമം ഭേദിച്ച് അവസാനം ആജ്ഞാചക്രത്തിലെത്തി. ആജ്ഞാചക്രത്തിലെ മുകളിൽ തതുപരി എന്നിവിടെ പറയുന്നത് ആജ്ഞാചക്രത്തിന് മുകളിൽ ബ്രഹ്മരന്ധ്രം എന്നൊരു സുഷിരമുണ്ട്. അതിലൂടെ സഹസ്രാര പത്മത്തിലെത്തുകയാണ്. സഹസ്രാര പത്മത്തിലെത്തുമ്പോൾ ഇവിടെ സാത്വിക ഗുണമുള്ള ആൾക്കാർക്ക് അത് മഹാവിഷ്ണുവായും അനുഭവപ്പെടാൻ സാധിക്കും. മറ്റ് ഗുണങ്ങളെ ആശ്രയിച്ച് വരുന്നവർക്ക് തമോ ഗുണപ്രധാനമാണെങ്കിൽ അത് ശിവശക്തി രൂപത്തിൽ അനുഭവപ്പെട്ട് വരുന്നു എന്നാണ് ഇവിടെ ആചാര്യൻ നമ്മളോട് ഈ ഹരിനാമകീർത്തനത്തിലൂടെ പറയുന്നത്. ഇതൊക്കെ സന്യാസിവര്യന്മാർക്ക് അല്ലെങ്കിൽ മുനി ശ്രേഷ്ഠന്മാർ മാത്രമാണ്, അല്ലെങ്കിൽ ഋഷിവര്യന്മാരാണ് ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത്. അവരുടെ അറിഞ്ഞ കാര്യങ്ങളാണ് അവരവരുടെ ഗ്രന്ഥങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്.
ഇവിടെ നമുക്ക് ഈ 3 ഗുണങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. അതായത് തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം. ഇതെല്ലാം പ്രപഞ്ചമായയുടെ ഗുണങ്ങളായതുകൊണ്ട് എല്ലാ മനുഷ്യരിലും അത് അടങ്ങിയിട്ടുണ്ട്. ഓരോരോ മനുഷ്യരിലും ഓരോരോ തരത്തിലായിരിക്കും. ചില ആളുകളിൽ സാത്വിക ഗുണം കൂടും, അവരുടെ സ്വഭാവം നല്ലതായിരിക്കും, അവർ ഈശ്വരഭക്തി ഉള്ളവരായിരിക്കും, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തവരായിരിക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലാക്കിയൊക്കെ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. പിന്നെ അതുപോലെ തന്നെ തമോ ഗുണപ്രിയരായിരിക്കും കുറച്ച് ആൾക്കാർ. അതായത് 3 ഗുണങ്ങളിൽ ഏറ്റവും കൂടിയ ഗുണം സാത്വിക ഗുണമുള്ള ആൾ നല്ല കാര്യങ്ങളിലേക്ക് പോകും. ഈ 3 ഗുണങ്ങളിൽ തമോ ഗുണം കൂടിയ ആളുകൾ അവർ ഈ അലസരും മടിയരും അല്ലെങ്കിൽ ഒന്ന് കണ്ണടച്ച് കേട്ട് വിശ്വസിക്കുന്ന ആളുകളായിരിക്കും. രജോ ഗുണമുള്ളവരെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കരമായ മോഹവും പിന്നെ അത്യാഗ്രഹങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. പോരാത്തതിന് അവർക്ക് എല്ലാവർക്കും നേടണം, പിന്നെ ആ നേടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം അവരുടെ അധീനതയിലാവണം എന്നുള്ള സ്വഭാവങ്ങളാണ്. ഇതിന് 3 ഉദാഹരണങ്ങൾ നമുക്ക് മഹാഭാരതത്തിൽ നിന്ന് എടുക്കാം. സാത്വിക ഗുണം കൂടിയ ആളാണ് നമ്മുടെ ഭീഷ്മ മഹാദേവൻ. അദ്ദേഹം ഭക്തനുമായിരുന്നു. അദ്ദേഹം അച്ഛന് വേണ്ടി രാജ്യം കൊടുത്തു. ബ്രഹ്മചാരി വ്രതം അനുഷ്ഠിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല സ്വഭാവ ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ രൂപത്തിൽ വന്നത്. പ്രത്യേകിച്ചും ആ സാത്വിക ഗുണത്തിൻ്റെ കൂടുതൽ കാരണം ആണ് കുരുക്ഷേത്രത്തിലെ ആ രാജ്യത്തിൻ്റെ അധർമ്മം കാണിച്ചിട്ടും ആ സൈഡിൽ രാജ്യം രക്ഷിക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ നല്ലൊരു സ്വഭാവമായിട്ട് കണക്കാക്കാൻ നമുക്ക് ഭീഷ്മരുടെ. അപ്പോൾ അതിനു വേണ്ടി അദ്ദേഹം ഈ അധർമ്മികളായവരുടെ കൂടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തിന് സത്വഗുണം കൂടുതലും എന്നാൽ മറ്റു ഗുണങ്ങൾ ക്രമാതീതമായി കുറവും ആയതുകൊണ്ടാണ് മറ്റു കാര്യങ്ങൾ അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അതേ സമയത്ത് നമ്മുടെ ദുര്യോധനൻ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ മഹാദുഷ്ടനും ക്രൂരനും പാണ്ഡവർക്ക് ഒരു ഇഞ്ച് ഭൂമി പോലും കൊടുക്കില്ല എന്ന് തീരുമാനം എടുത്ത് ഉറച്ച് നിന്ന ആളാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ ആളിൻ്റെ മനസ്സിൽ മുഴുവൻ എന്തായിരുന്നു കൂടുതൽ? തമോ ഗുണം എന്ന് വെച്ചാൽ ഒരു രജോ ഗുണം എന്ന് വെച്ചാൽ ഒന്നും വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ദുര്യോധനൻ്റെ അനുജനായ ദുശാസനൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്ത് പറയുന്നു അത് കണ്ണടച്ച് അങ്ങ് ചെയ്യും. അതാണ് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിൻ്റെ സമയത്ത് ദുശാസനോട് വസ്ത്രം അഴിക്കാൻ പറഞ്ഞപ്പോൾ യാതൊരു ബോധവും ഇല്ലാതെ ചെയ്യുന്നത് തെറ്റോ ശരിയാണോ എന്ന് പോലും നോക്കാതെ ആ പ്രക്രിയയ്ക്ക് തുനിഞ്ഞു. അപ്പോൾ ആ ദുശാസനിലുള്ള മുഴുവൻ തമോ ഗുണം. പിന്നെ ദുര്യോധനയിലുള്ളത് മുഴുവൻ എന്താണ്? കൂടുതലും അത് 175% ഈ ഗുണങ്ങൾ പിന്നെ രജോ ഗുണം കൂടിയ ആളായിരുന്നു നമ്മുടെ ദുര്യോധനൻ. 175% സത്വഗുണമായിരുന്നു ഭീഷ്മർക്ക്. അതുപോലെ തന്നെ 175% തമോ ഗുണമായിരുന്നു ദുശാസൻ. അപ്പോൾ ഈ 3 കഥാപാത്രങ്ങൾ നമുക്ക് ഈ ഗുണങ്ങൾ പറയാനെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സാത്വിക ഗുണം കൂടിയ മനുഷ്യനായതുകൊണ്ടാണ് നമ്മുടെ ഭീഷ്മർ എന്ന് പറഞ്ഞ ആളുടെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ വിഷ്ണു സഹസ്രനാമം ജപിക്കാനും അത് നമുക്ക് അറിയാനും കഴിഞ്ഞത്. കാരണം ഭീഷ്മ ഉവാച എന്ന് പറയുന്നത് ഭീഷ്മരാണത് രചിച്ചിരിക്കുന്ന ആ വിഷ്ണു സഹസ്രനാമം. അതായത് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് വിഷമിച്ച് പിന്നെ അർജുനനും യുധിഷ്ഠിരനും കൂടെ ശരശയ്യയിൽ കിടക്കുന്ന അവിടെ ഭീഷ്മരെ ചെന്ന് കാണുമ്പോൾ ഭീഷ്മര് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ധർമ്മവും നീതിയൊക്കെ പറഞ്ഞിട്ട് ഈ രചിക്കുന്നതാണ് ആ വിഷ്ണു സഹസ്രനാമം. അത്രത്തോളം ഭക്തി, അത്രത്തോളം സാത്വിക ഗുണം ഭീഷ്മർക്കുണ്ട്. അപ്പോൾ ഇത് 3ആണ് നമുക്ക് ചരിത്രത്തിൽ എന്തെങ്കിലും ആൾക്കാരെ പരിചയപ്പെടുത്തുമ്പോൾ വേറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രധാനിയായവരെ എല്ലാവർക്കും അറിയുന്നവരെ പരിചയപ്പെടുത്താൻ പറ്റും. പിന്നെ നമ്മുടെ ഇവിടെ തമോ ഗുണം, രജോ ഗുണം, പിന്നെ സാത്വിക ഗുണം എന്ന് പറയുമ്പോൾ നമ്മളിലെ ഗുണങ്ങൾ വേണം. അതായത് രാവിലെ സമയത്ത് നമ്മൾ എല്ലാവരും അച്ഛൻ അമ്മമാരും കുട്ടികളും എല്ലാം അലസരാണ്, മടിയരാണ്. ഉറക്കത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഓരോരോ കാരണങ്ങളുണ്ടാകും അവർക്ക് പറയാൻ. പക്ഷേ നമ്മുടെ തമോ ഗുണം മാറ്റേണ്ട സമയം രാവിലെ തന്നെയാണ്. രാവിലെയാണ് ആ സമയത്തിൻ്റെ പ്രാധാന്യം. കാരണം ബ്രഹ്മമുഹൂർത്തത്തിൽ സരസ്വതി ദേവിയുടെ കടാക്ഷമുള്ള സമയമാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മുടെ ഈ ദുർശീലങ്ങളൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നത്. കുട്ടികൾ വെളുപ്പാങ്കാലത്ത് എണീച്ച് പഠിക്കണം, വെളുപ്പാങ്കാലത്ത് സംഗീതം സാധകം ചെയ്യണം, വെളുപ്പാങ്കാലത്ത് എണീറ്റ് നൃത്തം സാധകം ചെയ്യണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആ മടി സ്വഭാവങ്ങളായതെല്ലാം മാറി അതിനെ അതിജീവിക്കാനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളത് പറയുന്നത് ഇങ്ങനെയുള്ള ശീലങ്ങൾ നമ്മൾ റെഡിയാക്കി എടുത്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അഭ്യുന്നതി ഉണ്ടാവുള്ളൂ, നമ്മുടെ ജീവിതത്തിന് വിജയം ഉണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടികളെ തന്നെ അമ്മമാർ തന്നെ അത് ചെയ്യേണ്ട ആവശ്യമാണ്. കാരണം ഇതൊരു ഭഗീരഥ യജ്ഞമാണ്. കാരണം
ഇക്കാലം മൊബൈലിൻ്റെ ലോകമാണ്. കുട്ടികൾക്ക് പോലും ആഹാരം കൊടുക്കുന്നതിന് എന്താണ് മൊബൈൽ കാണിച്ചിട്ടാണ് ആ കുട്ടികളെ കൊണ്ട് ആഹാരം തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കട്ടെ. പക്ഷേ നമ്മൾ എന്ത് വേണം, ഈ LKG വിദ്യാഭ്യാസം ആവുമ്പോൾ മുതൽ നമ്മൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഈ കാര്യങ്ങളും പഠിപ്പിക്കണം. നമ്മുടെ ഉള്ളിൽ ഈശ്വരനുണ്ട്, അതിന് നമ്മളെ നിയന്ത്രിക്കാനും നല്ലതാക്കാനും കഴിയും. അപ്പോൾ മൊബൈൽ കൊടുക്കുന്ന സമയത്ത് പറയണം, ഇന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് മൊബൈൽ തരാം. അപ്പോൾ കുട്ടികളെ കൊണ്ട് ആദ്യം കുറച്ച് സമയം, ഈ KG ടൈപ്പ് പ്രായമുള്ള കുട്ടികളുണ്ട്, അവരോട് രാവിലെ അവരെ കുളിപ്പിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും, അവരെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് 2 മിനിറ്റ് നാമം ജപിക്കാനുള്ളൊരു ശീലം ഉണ്ടാക്കുക. അല്ലെങ്കിൽ അവരെ അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിയിക്കുക. അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിച്ച് നിത്യമായി ചെയ്തു വരുമ്പോൾ ഈ കുട്ടികളിൽ ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാകും. എന്നിട്ട് ആ കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി രാവിലെ ഉറക്കെ എണീപ്പിക്കാനും എന്നിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഇവരെ നമ്മൾ അച്ഛനമ്മമാർ തന്നെ ഇതിന് മുൻകൈ എടുക്കണം. എങ്കിൽ മാത്രം നമ്മുടെ ഇന്നത്തെ ഈ യുഗത്തിൽ മനസമാധാനത്തോടെ അച്ഛനമ്മമാർക്കും കഴിയാൻ പറ്റും. ഇല്ല, നമ്മുടെ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ട് കുട്ടികളുടെ കാര്യത്തിൽ വലിയ സ്കൂളിൽ പഠിപ്പിക്കുന്നതോ വലിയ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനേക്കാൾ ഉപരി അവരുടെ സ്വഭാവ രൂപീകരണത്തിലാണ് നമ്മൾ ആദ്യം കൈവയ്ക്കുക. ആ സ്വഭാവ രൂപീകരണം നേരെ ആയിക്കഴിഞ്ഞാൽ എന്താവും, അവരങ്ങ് വളർന്നോളും. ഇപ്പോൾ pre-KG കഴിഞ്ഞ അടുത്ത ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ഈ കുട്ടികൾ 2 വർഷം കൊണ്ട് എങ്ങനെയാണെങ്കിലും ശരി, ഒന്നുമില്ലെങ്കിലും അവർ ഈശ്വരനുണ്ട് അല്ലെങ്കിൽ നാമജപം എന്നൊരു കാര്യം അവരുടെ ഉള്ളിലുള്ള. കാരണം കലികാലത്ത് കൊച്ചുകുട്ടികൾ പോലും നാമം ജപിച്ചാലേ ജീവിതത്തിന് അഭിന്യത ഉണ്ടാവുള്ളൂ. നമുക്ക് മോക്ഷം കിട്ടുന്ന കാര്യമൊക്കെ പിന്നെയാണ്. അത് വലിയ ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി അത് അവർ ചെയ്തോളും. പക്ഷെ കുട്ടികളിൽ നമ്മൾ എന്ത് വേണം, അച്ഛനമ്മമാർ എന്ത് ചെയ്യണം, അവരിൽ അതിരാവിലെ ഉണരാനുള്ള ശീലങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ടുള്ളത് ഭഗീരഥൻ്റെ യജ്ഞം പോലെ തന്നെയാണ് ഇപ്പോൾ അത് ചെയ്യേണ്ടത്. അല്ലാതെ ഈ കാലത്തിലെ കുട്ടികൾ നമുക്ക് ആ രീതിയിൽ എടുക്കാൻ പറ്റില്ല. അവർ എന്തെങ്കിലുമൊക്കെ കഥകളൊക്കെ പറഞ്ഞ് രാവിലെ എണീപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ച് അമ്മമാർ അതിന് എഫേർട്ട് എടുത്തേ പറ്റൂ. പിന്നെ കുളിപ്പിച്ച് രാവിലെ അച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ പറഞ്ഞു വിടാൻ ശ്രമിക്കണം. അച്ഛനും അമ്മയും ആദ്യം എന്താവണം, ഈ കാര്യങ്ങൾ സാത്വിക ഗുണങ്ങളിലൊക്കെ ഇടപെട്ടാലേ കുട്ടികൾ രക്ഷപ്പെട്ടുള്ളൂ. അപ്പം നമ്മൾ പാരൻറ്റിങ് ആണ് ആദ്യം ശരിയാവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, രാവിലെ കുട്ടികൾ വെച്ചാൽ അതിരാവിലെ അല്ല, കൊച്ചു കുട്ടികളെ 6 മണിക്ക് ശേഷം ഉറക്കം എണീപ്പിച്ചാൽ മതി. എങ്കിലും അങ്ങനൊരു ശീലം, ഇങ്ങനൊരു സംഭവം ഇതൊക്കെ ഉണ്ടെന്ന് അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തി ഈ KG വിദ്യാഭ്യാസത്തോടൊപ്പം കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നമ്മുടെ സനാതന ഗ്രന്ഥങ്ങളിൽ ഉള്ള 2 ലൈനുണ്ട്. ഹിന്ദു കുട്ടികളായിരുന്നാലും മുസ്ലിം കുട്ടികളായിരുന്നാലും ക്രിസ്ത്യാനി കുട്ടികളായിരുന്നാലും എല്ലാവർക്കും അവരവരുടേതായ ഈശ്വരനെ ധ്യാനിക്കാം. അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ പറഞ്ഞ് അമ്മയും അച്ഛനും അതിന് ശരിക്കും മുൻകൈ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഭാസുരമാവും. അല്ലെങ്കിൽ ഈ കുഞ്ഞു പ്രായത്തിലെ, ഞാനൊരു ടീച്ചറാണ്, എനിക്ക് ഒരുപാട് കുട്ടികളുടെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ LKG നല്ല സന്തോഷമായിട്ട് കളിച്ച് നടന്ന കുട്ടി UKG ആയപ്പോൾ ആരുടെയും മിണ്ടാതൊരിടത്തിരുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അതിന് സംസാരിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ അതിനെന്തോ മാനസികമായിട്ട് അതിൽ ഈ ജീവിതത്തിലൂടെ കിട്ടിയ ഒരു അനുഭവങ്ങളാണ്. അത് വീട്ടിൽ നിന്നാവാം, കുട്ടികളിൽ നിന്നാവാം, അല്ലെങ്കിൽ സ്വയം എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാക്കിയതെടുത്തായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഈ കുട്ടികളിൽ വരാതിരിക്കാൻ ഏത് മതമായിക്കോട്ടെ ഏത് ആയിക്കോട്ടെ എല്ലാവരും ഈശ്വരനെ ഭജിപ്പിക്കാൻ എല്ലാവരും പഠിപ്പിക്കുക. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജ, ഈ 2 ലൈൻ പറഞ്ഞു കൊടുക്കാൻ ഒരു വലിയ പാടൊന്നുമില്ല. ഇത് കുട്ടികളെ നമ്മൾ നിരന്തരം ഒരു 3 ആഴ്ച പഠിപ്പിക്കാമെങ്കിൽ അവർ LKG സിലബസ് പഠിക്കുന്നത് പോലെ ഇത് പഠിക്കും. ഇത് പഠിക്കുമ്പോൾ കുട്ടികളിലെ ഒരു ഉണർവും ഒരു ഉന്മേഷവും അവർക്കുണ്ട്. അമ്പലത്തിൽ കൊണ്ടുപോകുന്നതും കൂടെ ഒക്കെ ആകുമ്പോൾ ഒരു തരത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പഠിക്കും. ഈ കാലത്ത് അതില്ല. കൊച്ചുങ്ങളെ സ്കൂളിൽ പറഞ്ഞു വിടുക, അത്രയേ ഉള്ളൂ. യൂണിഫോം വിട്ട് അമ്മ ഓടിച്ചു വിടും. പക്ഷേ അച്ഛനും അമ്മയും അതിന് ഇനിഷ്യേറ്റീവ് ആയാലേ ആ കുട്ടികളതിന് ഇതായിട്ട് വരുള്ളൂ. അത് ഒരു വലിയൊരു അഭ്യർത്ഥനയാണ്. എല്ലാവരും അതിനു വേണ്ടി പ്രയത്നിക്കണം. പ്രയത്നിച്ചാലേ നമ്മുടെ കുട്ടികൾ നമുക്ക് ഉപകാരപ്രദത്തിൽ വരും. അപ്പോൾ ആ തമോ ഗുണം എന്ന് പറഞ്ഞാൽ കുട്ടികളെ രാവിലെ ശീലിപ്പിക്കുക. അപ്പോൾ തമോ ഗുണത്തിനെ നമുക്ക് കുറച്ച് അധികരിക്കാൻ പറ്റും. പിന്നെ അത് കഴിയുമ്പോൾ ഇങ്ങനെ വരുന്ന കുട്ടികളിൽ ഈ അത്യാഗ്രഹമോ എന്തെങ്കിലും കാണുമ്പം അച്ഛനമ്മമാരെ വിഷമിപ്പിച്ചും കൊണ്ട് വാങ്ങാനുള്ള ഒരു ബഹളങ്ങളൊന്നും അവർ കാണിക്കില്ല. അത് അനുഭവം കൊണ്ട് മനസ്സിലാവും. അത് കുട്ടിക്കാലത്ത് അത് ശിക്ഷണം കൊടുത്താൽ അവർക്ക് ഈ രജോ ഗുണം അതും കുറയും. അതായത് എന്തെങ്കിലും കണ്ടാൽ പിടിച്ചു വാങ്ങണം, അല്ലെങ്കിൽ നിർബന്ധം പിടിക്കണം, അങ്ങനെ ഒരു മനസ്സുണ്ടാവില്ലേ. ശാന്തിയുടെ ഈ മനസ്സ്. അതോടൊപ്പം വിദ്യാഭ്യാസവും കൊടുക്കുക. അപ്പോൾ അവരെ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തമോ ഗുണത്തിൽ നിന്ന് ചിട്ടകൾ ശീലങ്ങൾ ഉണ്ടാക്കുക, രജോ ഗുണങ്ങളിൽ നിന്ന് അത്യാഗ്രഹങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനുള്ള ഒരു വഴിയിലൂടെ അവരെ നയിക്കുക. പിന്നെ സാത്വിക ഗുണം എന്ന് പറഞ്ഞാൽ അത് ഈശ്വരവചന നാമം തന്നെ. അവർ കൂടുതൽ നല്ല കാര്യങ്ങളിലേക്ക് ഇറങ്ങാനും അവർ നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾക്ക് കൊടുക്കാനും, അതുപോലെ ഈശ്വരൻ്റെ ഗുണങ്ങളെയും കഴിവുകളെയും അതിന് പോസിറ്റീവ് എനർജികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഇതൊക്കെ അച്ഛനമ്മമാർ തന്നെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഈ 3 ഗുണങ്ങൾ നമുക്ക് പാരൻറ്റിനും
കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഈ 3 കാര്യങ്ങൾ ഭേദിച്ചാൽ മാത്രമേ നമുക്ക് സാത്വികഗുണത്തിൽ നിന്ന് കയറാൻ പറ്റൂ, സാത്വികഗുണത്തിനെങ്കിലും അന്ന് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെയും എല്ലാവരും ഒരുപോലെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗുണങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇന്ന് മുതൽ ആരംഭിക്കാമെന്നുള്ള ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമഃ. പച്ചക്കിളി പവിഴ പാൽവർണ്ണമൊത്ത പരം ഇച്ഛിപ്പവർക്കു ഷഠാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജ സമോപേദമോടു ഹരി നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമഃ.